ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്തിയെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് എല്ലാ പ്ലാന്റ്സും കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്പം വേഗത്തിലാണ് ഈ വീഡിയോ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഈ ഒരു പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഒരു പൂക്കളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് EPC ആണ്. ഈ EPCയുടെ എൻ്റെ കയ്യിൽ 3 കളേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ ലീഫിൽ വ്യത്യാസം വരുന്നതൊക്കെ ഉണ്ട്. ഇതിൽ നമ്മളിൽ ഇതുണ്ട്, പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട്, ഓറഞ്ച് അല്ല സോറി യെല്ലോ ഉണ്ട്, പിന്നെ പിങ്കും ഉണ്ട്, പിന്നെ 10 മണി ചെടിയുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ നീലയാണ്, അഗ്ലോണിമ. പിന്നെ ഇതൊരു വലിയൊരു മരം പോലെ ആവുന്ന സാധനമാണ്. ഇത് തയ്യൊന്നും കൊടുക്കാനില്ല അതിൻ്റെ. ഇത് നമ്മുടെ ബിഗോണിയുടെ കുറേ കളക്ഷൻസ് ഉണ്ട്, ഓരോന്ന് കാണിച്ചു തരാം. ഇത് അഗ്ലോണിമയാണ്. ഇത് ബാറ്റ് ഫ്ലവറാണ്. ബാറ്റ് ഫ്ലവർ പ്ലാന്റിൻ്റെ വിത്ത് ഫ്ലവറുള്ള പ്ലാന്റ്സ് ഒത്തിരി ഉണ്ട്, എല്ലാം കാണിക്കാം. പിന്നെ ഇത് നമ്മുടെ ബാംബു ടൈപ്പിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. ഇത് ബൾബ് പ്ലാന്റ് ആണ്, അത്യാവശ്യം നിറച്ച് ഇത് കിട്ടുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ഇത് കലാത്തിയാണ്. കലാത്തിയുടെ പല വെറൈറ്റീസും ഉണ്ട്. ഇത് നമ്മളിലുള്ള ഞണ്ണോർക്കിഡ്സ് ആണ്. ഞണ്ണോർക്കിഡ്സ് ഇപ്പം വലിയ സൈസുള്ള പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ നമ്മളിലുള്ളൂ. കുഞ്ഞു പ്ലാന്റ്സ് ചോദിച്ചാൽ തരാൻ വേണ്ടിയില്ല. കണ്ട, എല്ലാം ഫ്ലവറിങ് കാവാറായിട്ടുണ്ട്. എല്ലാം കുറച്ച് തൈകൾ വെച്ചുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്, ഈ പ്ലാന്റ് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് ഈ വലിയ പ്ലാന്റ്, കാരണം സിംഗിൾ പ്ലാന്റ് ആണത്. പിന്നെ അടുത്ത് ഇത് പൊട്ടുള്ള പ്ലാന്റ്. ഓക്കെ, അതൊരു പ്ലാന്റ്. പിന്നെ ജെർബറ. ഇല്ലാത്ത പ്ലാന്റ് ഇല്ല നമ്മളെ, എല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങനെ നെരുങ്ങി തിരിഞ്ഞ് ഇരിക്കുന്നതെന്നുള്ളൊരു കുഴപ്പമില്ല. പിന്നെ ജെർബറ വേറെ കളറുണ്ട്, ജെർബറ വേറെ കളറ്. പിന്നെ അടുത്ത് ഇതിൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ അറിയില്ല. ഇത് വേറൊരു പ്ലാന്റ് ആണ്. നമ്മൾ അലോക്കേഷ്യ വെറൈറ്റിയിൽ വരുന്നൊരു വെറൈറ്റിയാണ്. എലിഫൻറ്റ് അലോക്കേഷ്യ വരുന്നതാണ്. പിന്നെ നമ്മളിൽ ഇതുപോലെ വൈറ്റ് കയറി വരുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഇതിനാണെങ്കിൽ കുറേ തൈകളുണ്ട്. ഇതിൻ്റെ പീസ് ലില്ലിയൊക്കെ നല്ല വൈറ്റായിട്ട് ഫ്ലവർ നിന്നു, ഇപ്പോൾ അത് ചീത്തയായി ഫ്ലവർ. പിന്നെ നമ്മുടെ ദൈവം ഇത് നമ്മൾ 2 കളേഴ്സ് ഉണ്ട് നമ്മളതിൽ വന്നിട്ട് ബാറ്റ് ഫ്ലവറിന് ഇപ്പോൾ സെയിലിനുള്ള ഈ ഒരു ടൈപ്പ് ബാറ്റ് ഫ്ലവറാണ്. പിന്നെ നമ്മളതിൽ ബോഗൺവില്ല അത്യാവശ്യം കുറേ ഉണ്ട്. പിന്നെ ചെമ്പരത്തിയുടെ ഒരു വൈറ്റ്, ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് ചെമ്പരത്തിയുടെ. പിന്നെ ഇത് നമ്മളതിലുള്ള നിറച്ച് നമ്മുടെ ബട്ടർഫ്ലൈ അട്രാക്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റാണ്, ബട്ടർഫ്ലൈ അട്രാക്റ്റിംഗ് പ്ലാന്റാണ് അത്, ബോഗൺവില്ലാസ്. പിന്നെ ഈ സ്റ്റാർ റഷ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്, ജെർബറ. പിന്നെ ബിഗോണിയുടെ വേറൊരു വെറൈറ്റി ബിഗോണിയ ഇതാണ്. പിന്നെ ദേവദാരു നിൽപ്പുണ്ട്. നോക്കുമ്പോൾ ദേവദാരിൽ ഇപ്പം വീത്തിയതാണ് വെള്ളം. ഓക്കെ, അത്. പിന്നെ ഇവിടെ ഒരു വേറെ കണ്ണാപ്പയ്ക്ക് ചെടി, ഇതിൻ്റെ പേര് എന്തൊക്കെയാണ്. പിന്നെ ഇത് ഗോൾഡൻ ഡാലിയ. അത് കമ്മൽ ചെടിയായിരുന്നു. പിന്നെ വാട്ടർ പ്ലാന്റ്സ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. വാട്ടർ പ്ലാന്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, മാക്സിമം കാണുന്ന പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇത് കണ്ട, അഗ്ലോണിമയുടെ അടിപൊളി സുന്ദരിയാണ്. പിന്നെ ഫയർ പ്ലാന്റ് കുറേ ഇരിപ്പുണ്ട്. പിന്നെ ദൈവന്മാരൊക്കെ തൈകളാക്കി വച്ചിരുന്നു, ഏകദേശം തീർന്നു അത്. പിന്നെ നമ്മുടെ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് നമ്മുടെ ഇത് പോലത്തെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അത്. പിന്നെ ഇത് ബോണെന്ന് പറഞ്ഞ പ്ലാന്റാണ്, നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണിത്. ഡെവിൾസ് ബാക്ക് ബോൺ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇതെല്ലാം നമ്മളെ പലതരത്തിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ്. ഇതിൻ്റെ സെപ്പറേറ്റ് ഓരോന്നിൻ്റെ റേറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഫ്ലവറും എല്ലാം കൊടുത്തുള്ള റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് മണി പ്ലാന്റ് ആണ്, മണി പ്ലാന്റിന് കുറച്ച് വെറൈറ്റീസ്. പിന്നെ മൽബറീസ് ഇരിപ്പുണ്ട്. ഇത് മൽബറി പ്ലാന്റ് ആണ്. കായ്കൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. പിന്നെ ഈ അമേരി ലില്ലി, ഇത് ഒരു അമേരി ലില്ലിയാണ്. ഇതിൻ്റെ കുറേ വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. അമേരി ലില്ലി തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് പ്യുവർ വൈറ്റ് ആണ്, ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്യുവർ വൈറ്റ് ആണ്. കണ്ട, ഒരു വ്യത്യാസമില്ല. അകത്ത് വരെ ഒരു ഓവർ മഞ്ഞ വരുന്നില്ല, കറക്റ്റ് മഞ്ഞയാണ്. ഗ്രൗണ്ട് ഓർക്കിഡ്സിന് കിട്ടുന്ന ഇപ്പോൾ ഫ്ലവർ ഉള്ളതൊക്കെ കാണിച്ചു തരാം. കണ്ട, ഇത് വേറൊരു ഗ്രൗണ്ട് ഓർക്കിഡാണ് സെപ്പറേറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേ പ്ലാന്റാണ് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഇത് സ്ക്രീൻഷോട്ട് ആയിട്ട് ചോദിക്കുക. ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റുകൾ പേര് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ അടുത്ത് വേറൊരു ബിഗോണിയാണിത്. കണ്ട, അത്യാവശ്യം നല്ല കളേഴ്സുള്ള വേറെ ബിഗോണിയ. പിന്നെ നമ്മുടെ ബോഗൺവില്ലാസൊക്കെ കുറേയൊക്കെ ഫ്ലവർ കഴിഞ്ഞു, ഇപ്പോൾ കുറച്ച് ഫ്ലവർ ഉണ്ട്. പിന്നെ തെറ്റി കണ്ട, ഒരു തെറ്റി. പിന്നെ വൈറ്റ് വേറൊരു തെറ്റി. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഇതിനകത്ത് നമ്മുടെ കുറച്ച് പ്ലാന്റ്സുകളുണ്ട്. പിന്നെ ചെമ്പരത്തിയുടെ വെരിഗേറ്റഡ് ലീഫുള്ള ചെമ്പരത്തി ഉണ്ട്. ഇതിൻ്റെ പേര് പറഞ്ഞുതരാൻ വലിയ പിടിയില്ല. ചില പ്ലാന്റ്സ് അങ്ങനെ പേര് പറഞ്ഞുതരാൻ അറിയില്ലാത്ത പ്ലാന്റ് ഉണ്ട്. കണ്ട, ഇത് വേറൊരു പ്ലാന്റ്. ഓക്കെ, ഇവിടെ ഏകദേശം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് റെമോ കലേഡിയം എന്ന് പറഞ്ഞ പ്ലാന്റാണ്, റെമോ കലേഡിയം. പിന്നെ വേറൊരു കലാത്തിയ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ കലാത്തിയുടെ നമ്മുടെ കയ്യിൽ. പിന്നെ ഫിറ്റോണിയ ഉണ്ട്, ഫിറ്റോണിയ. പിന്നെ ഇത് എലിഫൻറ്റ് ഇയറിൻ്റെ വേറൊരു അലോക്കേഷ്യയാണ്. ഓക്കെ, പിന്നെ ഇവന്മാരൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് പുറത്തിറങ്ങാം. ഇതിനകത്തുള്ള ഏകദേശമുള്ള ഒരു പെട്ടെന്ന് കണ്ണി കാണുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ ഇവിടെ ഒപ്പിയെടുത്തിട്ടുണ്ട്. അടുത്ത് ഇവിടെ തെറ്റി, ഇവിടെ വെള്ളം നനയ്ക്കുന്ന ടൈമാണ് ഈ ഒരു ടൈം. അടുത്തത് ഇതിനകത്ത് കുറേ ഉണ്ട്. ഇവിടെ നമ്മുടെ ചുവപ്പ് ചെമ്പരത്തി ഉണ്ട്.
ഈ ചെമ്പരത്തി അത്യാവശ്യം നാടൻ വെറൈറ്റിയാണ്. അത്ര ആൾക്കാരിൽ സെയിലിനൊന്നും കുറവാണത്. കണ്ട, ഇത് സൺബെല്ലാണ്. അത്യാവശ്യം നമുക്ക് തണുത്ത കുറച്ച് പ്ലേസസ്, എവിടെയെങ്കിലും കുറച്ച് വെള്ളം ഇറപ്പൊക്കെ ഉള്ളൊരു പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് നട്ടിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിറച്ച് പൂക്കൾ തരും. അതിൻ്റെ ആ ഒരു കുറച്ച് തിക്കായിട്ട് മാറും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, വിലയൊക്കെ സൂക്ഷിച്ചോളുക ചുറ്റും. പിന്നെ ഇത് അംബ്രല പ്ലാന്റ് ആണ്. ഇതാ നല്ല ലീവ്സ് തരുന്നൊരു പ്ലാന്റ് ആണ്. ഇത് വാട്ടർ പ്ലാന്റ് ആണ്, ബട്ട് ഇത് വെള്ളം ഇല്ലെങ്കിൽ നന്നായിട്ട് നിൽക്കും. ഇത് വെള്ളം ഇല്ലാത്തടത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇത് പിന്നെ ഇവിടെ നമ്മളെ ഇത് നമ്മുടെ പീജിയൻ ഓർക്കിഡാണ്. ഇത് പെൻസിൽ വേണ്ട. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഓർക്കിഡാണ്, ഡെൻഡ്രോബിയത്തിൻ്റെയാണ്. ഫ്ലവർ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ വരും, വന്ന് വല്ലതും തിന്നുകൊണ്ട് പോകും, അങ്ങനത്തെ അവസ്ഥയാണത്. പിന്നെ ഇതൊക്കെ നമ്മളിൽ സെയിലിനുണ്ട്, സ്പൈഡർ പ്ലാന്റ്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞു. ഈ ഒരു സാധനം ഏകദേശം കവർ ചെയ്തു. പിന്നെ ഇതാ നമ്മുടെ വലിയ കലയത്തി, അത് കുറേ സെയിലിനുണ്ട്. അത് മങ്കി പ്ലാന്റ്. പിന്നെ അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ഞ ഉണ്ട്, അത് നമ്മുടെ APCയുടെ മഞ്ഞയാണ്. ഉണ്ട്, എല്ലാത്തിലൊക്കെ നിറച്ച് വെള്ളമൊക്കെ വീഴുന്നു. ആ ഒരു ടൈമായാണ്, നല്ല രസമാണ്. പിന്നെ ഇത് കാറ്റസ് ആണ്. കാറ്റസിൻ്റെ വേറൊരു വെറൈറ്റിയാണ്, ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന പ്ലാന്റാണ് ക്രിസ്മസ് കാറ്റസ്. അടുത്ത് ഇത് വന്നിട്ട് ഇത് നമ്മളതിലുള്ള ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ബട്ടർഫ്ലൈ പ്ലാന്റ് അത്യാവശ്യം കുറച്ച് കളേഴ്സ് ഉണ്ട്. മീൻസ് അതിൽ ഫ്ലവറിൽ കണ്ട് ഇങ്ങനെ നീല വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ലീഫിൽ വ്യത്യാസം വരുന്നുണ്ട്. ലീഫിൽ തന്നെ 2-3 വ്യത്യാസമുണ്ട്. പിന്നെ ഇത് എയർ പ്ലാന്റ് ആണ്. അത്യാവശ്യം നമുക്ക് നോർമലി വെറുതെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് കിട്ടുന്നൊരു വെറൈറ്റിയാണ്. എന്നാലും വേറെ അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് ഓരം വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് കൊടുക്കാം, അല്ലാതെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് വേറൊരു പ്ലാന്റാണ്, ഇത് ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. ഇതൊക്കെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ്. പിന്നെ ഇത് കുറച്ച് ഫാൻ ഉണ്ട്. ഇത് ഹാർട്ട് ഫാന്. ഇത് വേറെ ടൈപ്പ് ഫാൻസ്. പിന്നെ ഇത് വേറൊരു ചുവപ്പ് പൂ പൂക്കുന്ന വെറൈറ്റിയാണ്. പിന്നെ ഡബിൾ സ്പൂൺ അതൊക്കെ തന്നെയാണ് ഈ സൈഡ് ഉണ്ടായി. പിന്നെ ഇവിടെ കുറച്ച് ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്, സെപ്പറേറ്റ് പേര് എനിക്കറിയില്ല. ഇത് ബിഗോണിയാണ്. ബിഗോണിയുടെ ഇത് അത്യാവശ്യം ഒരു പ്രത്യേകം ഉണ്ട്, കുറച്ചിങ്ങനെ ഇതാവും. പിന്നെ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇത് സിൽവർ എന്തോ ഒരു പോത്തസാണ്, സിൽവർ ഓഫ് അങ്ങനത്തെ ഒരു പോത്തസാണ്. പിന്നെ ഇത് വേറൊരു കലയാറ്റിയാണ്, നിറച്ചുണ്ട് കേട്ടോ ഈ സാധനം. ഇതൊക്കെ നമുക്ക് നല്ല റേറ്റ് കുറച്ച് തരാൻ വേണ്ടി പറ്റും, കലയടിയാൻ. പിന്നെ അടുത്തത് ഇത് മരമുല്ലയാണ്. ഇതിലേതോ ഒന്ന് മണിമുല്ല, ഏതോ മരം. ഇത് വേറെ എന്തൊരു പ്ലാന്റാണ്, അങ്ങനെ ഇത് മരമുല്ല അല്ലേ അമ്മ? ഇത് മരമുല്ലയാണ്. എൻ്റെ അമ്മ അവിടെ വെള്ളം വീത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇത് ഗോൾഡൻ ഡാലിയ. പിന്നെ ഇവിടെ ഇത് വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണ് ഈ പ്ലാന്റ്. അത്യാവശ്യം നല്ല വൈറ്റ് ലീഫൊക്കെ വരുന്ന ഇത് കൂവ വെറൈറ്റിയാണ്. അതിൻ്റെ ഫ്ലവർ ഉള്ള ഒരു കൂവയുണ്ട്, അത് മഞ്ഞ ഫ്ലവറാണ്. ഫ്ലവർ കാണാൻ പറ്റുന്നുണ്ട്, കുഞ്ഞ് മഞ്ഞ ഫ്ലവറാണ്. കുഞ്ഞല്ല, അത്യാവശ്യം സൈസുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് എമൗണ്ട് സെയിലിന് തന്നിട്ടുള്ളൊരു വലിയ പ്ലാന്റാണ് ഈ പ്ലാന്റ്. ഇതിൻ്റെ പേര് നമ്മുടെ ഡോവ് ഓർക്കിഡാണ്. ഡോവ് ഓർക്കിഡ് കുറേ ഉണ്ട്. അടുത്തതാ ഇത് വേറെ നമ്മളെ ഓർക്കിഡാണ്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തന്നെ. ഇതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്, ഞാൻ ഫ്ലവർ ഉള്ളത് കാണിക്കുന്നത് പറഞ്ഞു. കണ്ട, ഇതും അത്യാവശ്യം നിറച്ച് ഫ്ലവർ ഇപ്പുണ്ട്. ഓക്കെ, ഈ സെക്ഷൻ നമ്മൾ ഏകദേശം കഴിഞ്ഞു. പിന്നെ അടുത്ത് വരുന്നൊരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. ഇത് നമ്മൾ ഇവിടെ ഇരിപ്പുള്ളത് നല്ല അത്യാവശ്യം പച്ച കളറിൽ നിറച്ച് ഇപ്പുണ്ട്. ഇത് നമ്മുടെ ബിഗോണിയ വെറൈറ്റിയാണ്. ബിഗോണിയുടെ കുറച്ച് കളക്ഷൻസ് ഉള്ളതെന്ന് പറഞ്ഞതിൽ അത്യാവശ്യം എനിക്കൊരു പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ്, കാരണം നല്ല പൂവാണ് ഇതിൻ്റെ പൂ. മറ്റേ ലീഫ് നല്ല ഡാർക്ക് പച്ചയോടെ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അടുത്ത് കണ്ട ആ ഫ്ലവർ കണ്ട, നല്ല രസമായിട്ട് ആ ഒരു നല്ല നിറച്ച് പൂങ്കൊല പോലെ നിറച്ച് പൂത്ത് കിടക്കും. അതുകൊണ്ടൊരു പ്രത്യേക ബ്യൂട്ടിയാണ് ഈ ഒരു നമ്മുടെ പേരുകൾ ജസ്റ്റ് പെട്ടെന്ന് മറന്നു. ബിഗോണിയ. ഇത് നമ്മുടെ അടുത്ത് വരുന്ന പ്ലാന്റാണ്. ഇതാണ് എൻ്റെ ഉള്ളൊരു വലിയൊരു ബോൺസായി. ഇതിങ്ങനെ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ബോൺസായി കട്ട് കിട്ടാത്തത്. കണ്ട, വലിയ ബോൺസായി ആണത്. പിന്നെ ഇത് വേറൊരു പ്ലാന്റാണ്, അത്യാവശ്യം നല്ല പൂക്കൾ തരും. പിന്നെ ഇത് കണ്ട, ഇത് ഡാർക്ക് കളറാണ്. അതിൻ്റെ തന്നെ നമ്മളൊരു പച്ചയുണ്ട്, കണ്ട പച്ച. പിന്നെ ഇവിടെ കുറച്ച് അവിടെ കണ്ട ഫയർ പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട്. ഫയർ എന്ന് പറഞ്ഞാൽ നല്ല പ്ലാന്റാണത്. പിന്നെ പീസ് കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, വേരിഗേറ്റഡ് അങ്ങനെ കുറേ ഉണ്ട്. ഇത് വേറൊരു പോത്തസാണ്. ഇത് പിന്നെ ഇത് ബിഗോണിയ കേട്ടോ. ബിഗോണിയുടെ നമ്മൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം വളർന്നു വരുന്ന അങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ട് കുറച്ച്. നമുക്ക് വീടിനകത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്ലാന്റ്സ്. പിന്നെ ഇവിടെ ഇവന്മാർ ഇവിടെയാണ് കൂടുതൽ വെച്ചിട്ടുള്ളത്, നമ്മളെ മുളകൾ കുറച്ച് മുളയുണ്ട്. പിന്നെ ഇവിടെ വേറൊരു പ്ലാന്റ് ഇരിപ്പുണ്ട്, അതിൻ്റെ പേരെനിക്ക് മെൻഷൻ ചെയ്യാൻ അറിയില്ല. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു സൈഡും കൂടെ ആയിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന ഈ ഒരു പ്ലാന്റ്. കാണിക്കാത്ത പ്ലാന്റ്സ് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം, സോറി എങ്കിൽ. ഇത് വേറൊരു നമ്മുടെ പടരുന്നൊരു പ്ലാന്റാണ്. കണ്ട, ഇതൊക്കെ കുറേ ഉണ്ട്. ഇവനുണ്ട്, ഇവനെ ഞാൻ വേറൊരു പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. പിന്നെ
അത് നമ്മുടെ പ്രയർ പ്ലാന്റാണ്. പിന്നെ എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട വലിയൊരു പ്ലാന്റാണ് നമ്മുടെ ഫാനാണിത്. നമ്മുടെ ഗാർഡൻ ടൂറിൽ തന്നെ ഏറ്റവും വലിയ അതിഥിയായിട്ടുള്ള എൻ്റെ സ്വന്തം ഫാനാണിത്. ഓക്കെ, ഇതിനെ വാങ്ങിച്ച സമയത്ത് വളരെ ചെറുതായിരുന്നു, നല്ല കുഞ്ഞായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എന്നെക്കാളും സൈസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഞാൻ തന്നെ ഇതുവരെ ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. നല്ല സൈസായിട്ടുണ്ട്. താഴെ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാക്കാം ഞാൻ അതിൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫാനിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതാ അവിടെ വേറൊരു ഫാൻ നിൽക്കുന്നുണ്ട്, അത് ബോസ്റ്റൺ ഫാനാണ്. ഇത് നമ്മളെ ബാഡ്നെസ്റ്റ് ഫാനാണ്. പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ പുതിയ കളക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ പെപ്പറിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാന്റ്. പിന്നെ ഇത് ഹെലിക്കോണിയാണ്, ഹെലിക്കോണിയുടെ പാരഡൈസ് ഹെലിക്കോണിയാണ്. അത്ര ആൾക്കാരിലേക്കില്ല, നല്ല എമൗണ്ട് ആയിരുന്നു. ഞാൻ വാങ്ങിച്ചത് ഒരു 2000 രൂപ കൊടുത്ത് മേടിച്ച പ്ലാന്റാണ്. ആ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് കണ്ടോ, ഇത്രയുള്ള പ്ലാന്റ് 2000 രൂപ കൊടുത്ത് മേടിച്ചു. പിന്നെ അടുത്ത് ഇത് വേറൊരു ഫാനിൻ്റെ ലീവ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത്യാവശ്യം നല്ല വെറൈറ്റി ഫാൻസാണ്. ഇത് ചിലരുടെയൊക്കെ റബ്ബർ വളയിൽ കിടക്കാം, പക്ഷേ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഓർഡർ ചെയ്യാറുണ്ട് എനിക്കിത് മേടിക്കാൻ. എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 5000-6000 രൂപയ്ക്ക് ഈ സാധനം പോയിട്ടുണ്ട്, ഈ സാധനം മാത്രം. പിന്നെ ഇത് വേറൊരു ഫിറ്റോണിയ, ഇതൊക്കെ ഇടയ്ക്ക് കാണിച്ചു തോന്നുന്നു ആ ഫിറ്റോണിയ. കണ്ട വേറെ ഫാൻസ്, അതിനകത്തേക്ക് നമുക്കിപ്പോൾ പോവാം. ഇരുട്ടി വരുന്നു, പെട്ടെന്ന് തീക്കണം. ഇത് നമ്മുടെ സ്ട്രോബെറീസാണ്. ഹൗ ഇസ് ഇറ്റ് ദീസ് സ്ട്രോബെറീസ്? കണ്ട കുറേ സ്ട്രോബെറീസ് ഉണ്ട് ഇതിൽ. പിന്നെ അടുത്ത് ഇതൊരു മഞ്ഞപ്പൂ പൂക്കുന്ന ചെടിയാണ് കേട്ടല്ല, ഇത് മഞ്ഞപ്പൂ. അത് പിന്നെ അടുത്ത് ഇവിടെ ഒരു നിറച്ച് പൂക്കളായിരുന്നൊരു പ്ലാന്റാണ്, എൻ്റെ പേര്. ഇതൊരു മഞ്ഞപ്പൂവിൻ്റെ പ്ലാന്റാണ്. പിന്നെ ഇവിടെയൊക്കെ ആമ്പലുകളാണ്. അടുത്തതായി ഇത് റോസാണ്, ചെറിയ റോസ് ഷെയ്ഡ് വരും, വൈറ്റിൽ റോസ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ്. പിന്നെ ഇത് നമ്മുടെ പീജൻ ഓർക്കിഡാണ്. പിന്നെ ഗോൾഡൻ ഡാലിയ, ഇത് വാട്ടർ പ്ലാന്റാണ്. ഇതൊക്കെ ബോഗൺ വില്ലാസാണ്. പിന്നെ അവിടെ അങ്ങോട്ട് നമ്മുടെ ബോഗൺ വില്ലാസ് വാട്ടർ പ്ലാന്റ്സാണ് ഇവിടെ ഈ സെക്ഷനിൽ കൂടുതൽ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ കണ്ട ഹോളൊക്കെ വരുന്ന വെറൈറ്റിയാണ്. പിന്നെ ബാംബു. പിന്നെ ഇതെല്ലാം കുറച്ച് നമ്മുടെ റെയിൻ ലില്ലി കളക്ഷൻസാണ്. പിന്നെ ഇത് എൻ്റെ ഒരു മദർ പ്ലാന്റാണ്, നമ്മുടെ നണ്ണോർക്കിൻ്റെ മദർ പ്ലാന്റ്. പിന്നെ ഇതൊരു വലിയ പ്ലാന്റാണ്. ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വലിയൊരു പ്ലാന്റ് ആയിട്ടുണ്ട് ബട്ടർഫ്ലൈ പ്ലാന്റ്. ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇവൻ. പിന്നെ ആ ഒരു ഭാഗത്ത് വേറെ വലിയ ചെടികളില്ല, ഉണ്ട് ബഡ് വാട്ടർ പ്ലാന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം എൻ്റെ കയ്യിൽ ശരിക്കും ഉണ്ട്, ആവശ്യമുള്ളൊരു കോൺടാക്ട് ചെയ്യുക. ഞാൻ വീഡിയോ അല്ല സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ഫോട്ടോ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ ഇതിൽ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സ്നേക്ക് പ്ലാന്റിൻ്റെ നമുക്ക് കുറച്ച് വെറൈറ്റി. പിന്നെ ഹെലിക്കോണിയുടെ ഉണ്ട്, ഇങ്ങനെ ഡാർഫ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതൊരു ബോൺസായി ആണ് കേട്ടോ, ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അവിടെ ഏകദേശം റെഡി ആയത്. പിന്നെ നമ്മുടെ യെല്ലോ കളറിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡ്. അടുത്തതായി ഇവിടെയൊക്കെ നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് തന്നെയാണ്. ഇതൊക്കെ കൂടുതൽ വാട്ടർ പ്ലാന്റ്സ്. അത് ബ്രഹ്മി. പിന്നെ ഇത് ആൾക്കാരുടെ കയ്യിൽ, പണ്ടത്തെ ആൾക്കാരുടെ കയ്യിൽ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മയുടെ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, വീണ്ടും നശിച്ചു പോയി വീണ്ടും റെഡിയായി വരുന്നൊരു വെറൈറ്റിയാണ്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നമ്മളതിൽ നിറച്ചുണ്ട് കേട്ടോ, അതിൻ്റെ ഏകദേശം ഒരു 10-20 കളക്ഷൻസ് ഉണ്ട്. പിന്നെയാണ് എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ സെറ്റാക്കിയെടുത്ത റോസ് ഗാർഡനിലേക്ക് നമ്മൾ പോകുന്നത്. യെസ്, അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പൂവൊക്കെ വെട്ടി കളയും, ചീത്തയാവുമെന്ന് പറഞ്ഞ ചെടി. ഇത് വേണം നല്ല പൂക്കൾ, ചുവപ്പ്. വാവ്, എന്നാ മണം കണ്ട. ഇനി അത് കുറച്ച് വെള്ളപ്പൂക്കളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പയ്യെ അതിനകത്തേക്ക് പോവാം. എന്തായാലും ഞാൻ ഇവിടെയും കൂടെ ഉള്ളൂ. ഇത്രയും തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള കളക്ഷൻസ്. ജസ്റ്റ് വെയിറ്റ്. സോറി, ഞാൻ ആ ശബ്ദത്തിൽ ഖേദിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത് ഇവിടെ കണ്ട ഫാൻ കണ്ട. ഇതൊക്കെ ആൾക്കാർ വാങ്ങുന്ന ഫാനാണ് കേട്ടോ നമ്മുടെ കയ്യിൽ. ചിലർ വിചാരിക്കും ഇതൊക്കെ വീട്ടിൽ പൊടിച്ചെടുക്കുന്നില്ല. ഇതൊക്കെ ആളുകൾ വാങ്ങാൻ വേണ്ടി ആൾക്കാരുണ്ട്, പല ആവശ്യത്തിന് വേണ്ടി. കണ്ട, ഇതിൽ 7 days ഇല്ല, ബാക്കി അതോ കുറേ റോസുകളുണ്ട് ഇവിടെ. പിന്നെ കണ്ട, ഇതിൻ്റെ കളർ കണ്ട. പിന്നെ പീസ് ലില്ലി കുറച്ച് ഇരിപ്പുണ്ട്, പീസ് ലില്ലി. പിന്നെ അതിനിടയ്ക്ക് കയറിപ്പോകാൻ കുറച്ച് പാടാണ് കണ്ട. ഇത് ഈ കളർ വരുന്നൊരു വെറൈറ്റിയാണ്. പിന്നെ ഇവനെ ഞാൻ കാണിച്ചില്ലല്ലോ, ഇതും എൻ്റെ അത്യാവശ്യമുള്ള നല്ലൊരു വെറൈറ്റിയാണ്, നമ്മുടെ കലേഡിയാണത്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് എന്തായാലും അങ്ങോട്ട് കയറാം. എല്ലാവരും വലിയൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഇത് പേരറിയില്ല, ഇവനും പേരറിയില്ല. ഇത് നമ്മുടെ മണി പ്ലാന്റാണ്. ഇത് മണി പ്ലാന്റ് അല്ല, ഇതൊക്കെ ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടല്ല. അത്യാവശ്യം നല്ല സൈസ് ആവുന്നതാണ്, പക്ഷേ നല്ല ഗ്രോത്ത് വളരെ സ്ലോ ആണ്, നല്ല റേറ്റ് ഉള്ളതാണ്. മേരി ലില്ലീസ് ഇരിപ്പുണ്ട് ഇവിടെ കുറച്ച്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കയറി കിടക്കും, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് ഇറങ്ങാത്തത്. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇത് പീസ് ചെയ്യാനുണ്ട നിറച്ച് തൈകളുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെടും ഈ പീസിൽ, കാരണം ഇതിൻ്റെ ആ ഒരു കളർ കണ്ട. ഇതും നമ്മളതിൽ നിറച്ച് സെയിലുണ്ട്. പിന്നെ വേണ്ട ആ ഫാൻ ഉണ്ട്, അതിൻ്റെയൊക്കെ ലീഫും അത്യാവശ്യം നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഒരു കാട് പോലത്തെ അന്തരീക്ഷം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ വീടിന് ചുറ്റും കുറച്ച് ഒരു കുഞ്ഞു കാട് നല്ലതാണ്.
കണ്ട. പിന്നെ ഇത് വേറൊരു പ്ലാന്റ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തു നമ്മുടെ റോസ് പ്ലാന്റ്സ്. ഏകദേശം ഒരു മൊത്തത്തിലൊരു വീഡിയോ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട് എനിക്ക്. ഏകദേശമുള്ള എൻ്റെ കുറേ അധികം പ്ലാന്റ്സ് ഞാനിതിൽ കാണിച്ചു, ഇനിയും കാണിക്കാൻ വേണ്ടിയുണ്ട്. ഇതാ വീണ്ടും നോക്കിയപ്പോൾ കുറേ പ്ലാന്റ്, ദൈവന്മാർക്ക് പർപ്പിൾ ജോല, പിന്നെ അടുത്ത് പേരറിയില്ലാത്ത കുറച്ച് അതിഥികളൊക്കെ ഇരിപ്പുണ്ട്. അവിടെ സൺബെല്ലുണ്ട്. എനിക്ക് ഞാൻ ഈ സൺബെല്ല് ഇങ്ങനെ ചെറുത്ത് അത്യാവശ്യം ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ നട്ടിട്ട് നിറച്ച് പൂക്കൾ കിട്ടും, അടിപൊളിയാണ്. അപ്പോൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ട് അത്. പിന്നെ റോസയെല്ലാം. ഓക്കെ, വലിച്ച് നീട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീട്ടി പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മാക്സിമം ഏകദേശം പ്ലാന്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറേ പ്ലാന്റ് നിൽക്കുന്നുണ്ട്, എന്നാലും ഇവിടെ നിർത്തുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഒറ്റയടിക്ക് ഞാൻ ആദ്യം ഇടയ്ക്ക് കട്ടും കോപ്പിയോ പേസ്റ്റോ ഒന്നുമില്ലാതെയാണ് പെട്ടെന്ന് പറഞ്ഞ് തീർക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മാക്സിമം ആവശ്യമാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് 9809806874 വീഡിയോ താഴെ ഞാൻ കൊടുത്തിരിക്കുക. ആ നമ്പർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് എറിൻ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.